ഇന്ന് CMRL നൽകിയ അപ്പീലിൽ വിശദമായ വാദം കേട്ടു. ഏകദേശം 3 മണിക്കൂറോളമാണ് വാദം നടന്നത്. അതിൽ CMRL ജീവനക്കാരും CMRLും EDയും അവരുടെ വാദങ്ങൾ ഉന്നയിച്ചു. CMRL പറഞ്ഞത് നേരത്തെ സിംഗിൾ ബെഞ്ച് ഞങ്ങൾ നൽകിയ അപ്പീൽ തള്ളാൻ കാരണം ഞങ്ങളെ പൂർണ്ണമായും കേൾക്കാത്തതാണ്. EDക്ക് ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ അധികാരപരിധിയില്ല. അതോടൊപ്പം തന്നെ ഒരു FIR പോലും ഇല്ലാതെ നിലനിൽക്കാതെ ED എങ്ങനെയാണ് കേസെടുക്കാനാകുക തുടങ്ങിയ സാങ്കേതികത്വം നേരത്തെ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഉയർത്തിയ അതേ സാങ്കേതികത്വമാണ് CMRL ഉന്നയിച്ചത്. ED ആകട്ടെ ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാൻ അവകാശമുണ്ട്. ഇതിൽ SFIO റിപ്പോർട്ടും കംപ്ലൈന്റും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുന്നത് SFIO അന്വേഷിച്ചതുപോലെ കംപ്ലൈന്റ് കമ്പനി ആക്ട് പ്രകാരമല്ല, മറിച്ച് PMLA പ്രകാരമാണ്. അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇതിലുണ്ട് എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ECR അടക്കം രജിസ്റ്റർ ചെയ്തത്. തുടരന്വേഷണം അനിവാര്യമാണ് എന്ന നിലപാടാണ് നിലവിൽ ED സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും 3 വിഭാഗങ്ങളെയും കേട്ടു. അതിനുശേഷം വെള്ളിയാഴ്ച ഹർജിയിന്മേൽ വിധി പറയാനുള്ള തീരുമാനത്തിലേക്കാണ് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ച് ഇപ്പോൾ പോയിരിക്കുന്നത്. അതുവരെ CMRLനെതിരെയുള്ള നടപടികൾ പാടില്ല എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ വീണ അടക്കമുള്ള ആളുകൾ ഈ ഹർജിയുടെ ഭാഗമല്ല. സ്വാഭാവികമായും അവർക്കെതിരെ നടപടി തുടരുന്നതിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. കോടതി അങ്ങനെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല, പക്ഷേ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. കാരണം ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ളത് ED vs CMRലാണ് കേസ് നിൽക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും ഇതിൽ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ EDയുടെ ഭാഗത്തൊരു മൂവ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ കേസിന്റെ ഇന്ന് വിസ്താരം വാദം നടക്കുന്ന ഘട്ടത്തിലൊക്കെ കോടതി CMRനോട് ചില ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് നിരപരാധിത്വം തെളിയിച്ചുകൂടെ, അല്ലെങ്കിൽ നിരപരാധികളാണെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചീറ്റ് ലഭിക്കുമല്ലോ, പിന്നെ എന്തിനാണ് അന്വേഷണം തടയുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അപ്പോൾ ED വലിയ പ്രതീക്ഷയിലാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് തുടരാൻ പറയും എന്ന പ്രതീക്ഷയിലാണ് ED ഉള്ളത്. CMRലാകട്ടെ തങ്ങളുടെ വാദങ്ങൾ, അതായത് സിംഗിൾ ബെഞ്ച് കേൾക്കാത്ത തങ്ങളുടെ വാദങ്ങൾ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ അവതരിപ്പിക്കാൻ ആയി സിദ്ധാർത്ഥ ലൂത്ര നേരിട്ട് എത്തിയാണ് EDക്ക് വേണ്ടി CMRന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് അനുകൂലമായ നിലപാട് EDക്കെതിരെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് CMRൽ വെച്ച് പുലർത്തുന്നത്. എന്തായാലും വെള്ളിയാഴ്ചയായിരിക്കും ഈ കേസിൽ ഇനിയൊരു തുടർ നടപടിയുടെ സാധ്യതയുള്ളത്. അത് ഈ കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ ED മൂവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്.